അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടിയും ക്യാരറ്റും കൊണ്ട് ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കഴിക്കാനായിട്ട് നല്ല രുചിയുള്ളൊരു പലഹാരമാണ് കേട്ടോ. നമ്മുടെ വീടുകളിൽ സാധാരണ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. കൂടാതെ 1 കപ്പ് അളവിൽ നമുക്ക് ഗോതമ്പൊടി വേണം. 250 ml കപ്പിലാണ് ഗോതമ്പൊടി എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. കൂടാതെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം അടുത്ത് ശർക്കര ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഒരുപാട് മധുരം വേണ്ടാന്നുള്ളവരാണെങ്കിൽ ഇതിലും ശർക്കര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറക്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. ശർക്കരയാണെങ്കിൽ ഇവിടെ നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ ഗോതമ്പൊടി നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഒരു 2 മിനിറ്റോളം തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഗോതമ്പൊടി നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഗോതമ്പൊടി ഞാനിവിടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കാഷ്നട്ട് ഇവിടെ നിന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് കോരി മാറ്റിയേക്കാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ക്യാരറ്റിലേക്ക് നമുക്കൊരു 5 ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് ചൂടായി കിട്ടണം. ഒരു 2-3 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ക്യാരറ്റ് ഇതുപോലെ നെയ്യിൽ കിടന്നൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ തേങ്ങയും കൂടെ ഒന്ന് ചൂടായി കിട്ടുമ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി ഒന്ന് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമ്മൾ മാവൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഏകദേശം ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ശർക്കരപ്പാനി ഇതിന് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ചും കൂടെ കട്ടിക്കാണ് ഇരിക്കുന്നതെങ്കിൽ സ്വല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു പരുവത്തിനാക്കിയിട്ട് എടുത്താൽ മതി. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കുക നിങ്ങളുടെ ഒരു മധുരം. അഥവാ ശർക്കരപ്പാനി നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ തന്നെ ബാക്കി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിനാക്കിയിട്ട് എടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരം നമുക്ക് നിലക്കടലയോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അത്യാവശ്യം ഇതുപോലെ കുഴിയുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ നെയ്യ് ഇതുപോലെ ഈ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു വാഴയിലോ ഒന്ന് റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒരു കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഈ മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചിട്ടെടുത്താൽ മതി.
ഞാനിപ്പോൾ ഇത് ഈ ആവിയിൽ വേവിച്ചിട്ടെടുക്കുന്നത് ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടാണ്. ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ ഇഡ്ഡലിത്തട്ട് കമത്തിയോ അല്ലെങ്കിൽ ഇതുപോലൊരു ചെറിയ പാത്രമോ വെച്ച് കൊടുക്കണം. അത് കറക്റ്റ് ഒന്ന് ലെവലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇതിനകത്ത് ആവി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രം ഇതിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 15 to 20 മിനിറ്റ് ആണ് കേട്ടോ നമുക്കിതൊന്ന് വെന്ത് വരാൻ എടുക്കുന്ന സമയം. ഒരുപാട് തീ കുറച്ച് വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കുകയാണ്. നമുക്കിതിവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഇതിന് ഈ പാത്രത്തിൻ്റെ വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിന് ചൂടൊന്ന് നന്നായിട്ട് ആറി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല രുചിയുള്ള നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയും ക്യാരറ്റും വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും.